അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത്, അതായത് മസ്ജിദുൻ നബവി കഴിഞ്ഞ വർഷം 2023 സന്ദർശിച്ചത് 28 കോടി വിശ്വാസികളാണ്. 2023 കണക്കാണ് കേട്ടോ. 2023 മാത്രം 28 കോടി വിശ്വാസികൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവി സന്ദർശിച്ചിട്ടുണ്ട്. എന്നാവട്ടെ റൗള ഷരീഫിലേക്ക് ഓൺലൈൻ ബുക്കിങ്ങും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റൗള ഷരീഫിലേക്ക് എത്തിയിട്ട് അവിടെ നിസ്കരിച്ച ആളുകളാവട്ടെ 1 കോടിയിലധികം ആളുകൾ റൗള ഷരീഫിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് കഴിഞ്ഞ 2023 അവിടെ നമസ്കരിച്ചിട്ടുണ്ട്. അതായത് ഹറം കാര്യാലയം പുറത്തുവിട്ട കണക്കാണിത്. 2023 28 കോടി ജനങ്ങളാണ് പരിശുദ്ധമായ മസ്ജിദുൻ നബവി സന്ദർശിച്ചിട്ട് അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ റൗള ഷരീഫിലേക്ക്, ആ റൗളയുടെ ഭാഗം ഉണ്ടല്ലോ, ആ റൗളയുടെ ഭാഗത്തിലേക്ക് അവിടെ 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ മുൻകൂട്ടിയിട്ട് നുസുക്കിലൊക്കെ കയറിയിട്ട് ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം. അങ്ങനെ കയറിയിട്ടുള്ളവർ 1 കോടിയിലധികവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോടിയിലധികം ജനങ്ങൾ മുന്നത്തെ വർഷത്തിനേക്കാൾ കൂടുതലായിട്ട് 2023 മസ്ജിദുൻ നബവി സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 28 കോടി ജനങ്ങൾ, വിശ്വാസികളുടെ സന്ദർശനം വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള റൗള ഷരീഫിലേക്ക് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ആ റൗളയിൽ നിസ്കരിക്കാൻ 18 ലക്ഷത്തിലധികം വിശ്വാസികൾ 2023 വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് ഹറം കാര്യാലയം വ്യക്തമാക്കുന്നത്. മാഷാ അല്ലാഹ്, വലിയ സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് മദീന. ആ മദീനയിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പുണ്യ ഹബീബ് തങ്ങള് അന്തി ഉറങ്ങുന്ന ആ മസ്ജിദുൻ നബിയുടെ അടുത്ത് പോയിട്ട് സലാം പറയുകയും അതുപോലെ തന്നെ അവിടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങളാണ് ഒരുപാട് പേർക്ക്. അത് ആ ടൈം ആകുമ്പോൾ അവിടെ പോവേണ്ടവരൊക്കെ പോകും, അവിടെ നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ നിസ്കരിക്കും, അവിടെ പോയിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറയും. മാത്രമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗള ഷരീഫിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ വൈകുന്നേര സമയത്തൊക്കെ ആ പച്ച കുബ്ബയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നാറുണ്ട്. വല്ലാത്തൊരു സുഖമാണ്. അവിടെ ഇങ്ങനെ ഇരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ പച്ച കുബ്ബ ഇങ്ങനെ ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്നത് വല്ലാത്തൊരു മനസ്സിന്റെ സുഖവും സന്തോഷവുമാണ്. ഇവിടെ ഇങ്ങനെ കിടന്ന് ഒച്ചമിളിയും കൂട്ടുന്ന ആളുകൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അവിടെ പോയിട്ട് ഹബീബിനോടുള്ള പ്രണയം കൊണ്ട് ആസ്വദിക്കുമ്പോൾ മാത്രമാണ് അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ചുമ്മാ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. വല്ലാത്തൊരു സൗഭാഗ്യമാണത്, വല്ലാത്തൊരു സുഗന്ധമാണത്, മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു സുഖമാണത്. മാത്രമല്ല, മദീന സന്ദർശന സമയത്ത് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ കുറേ ഓർമ്മകളുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. മസ്ജിദുൽ ഖുബ അവിടെ നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നതാണ്. അതിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഹബീബായ തങ്ങള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതായിട്ടുള്ള ഒരു കിണറുണ്ട്. അതിൽ നിന്നാണ് അവസാനം ഹബീബായ തങ്ങളെ ആ പുണ്യ പൂമേനി കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുക്കുകയും ആവശ്യപ്പെടുകയും അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കുളിപ്പിക്കാനൊക്കെ ഉപയോഗിച്ച ആ ഓർമ്മയുടെ കിണർ അവിടെ ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ വെള്ളത്തിന്. ഞങ്ങളത് പോയ സമയത്ത് കുറെ കുടിച്ചു. മാഷാ അല്ലാഹ്, നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ ഉള്ളിൽ വിശ്വാസവും സ്നേഹവും ഉള്ള ആളുകൾക്ക് ഉള്ളതാണ്. അതല്ലാതെ അതിനെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് നടക്കുന്നവർക്കൊന്നും അത് ഫീൽ ചെയ്യാൻ കഴിയില്ല. എന്താണെങ്കിലും അവിടെ പോകുമ്പോൾ അവിടെ നല്ല ലൈബ്രറി ഉണ്ട്, മ്യൂസിയം ഉണ്ട്, ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി പഠിക്കാൻ പറ്റുന്ന മ്യൂസിയങ്ങളുണ്ട്. മദീന സന്ദർശനം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സുഖമാണ്. ഉഹുദ് മല നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ പോയ സമയത്ത് ഉഹുദ് മലയുടെ ഏറ്റവും മുകളിൽ കയറാൻ പറ്റി എന്നുള്ളതാണ്. നല്ല വാഹനമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ബാക്ക് ഭാഗത്തിലൂടെ ട്രക്കിംഗ് നടത്തിയിട്ട് ഏറ്റവും മുകളിൽ ഇങ്ങനെ കയറിയിട്ട് മാഷാ അല്ലാഹ് റൗള ഷരീഫിന്റെ ആ ഒരു ഉയർന്നു നിൽക്കുന്ന ആ മിനാരങ്ങൾ ഇങ്ങനെ ശരിക്കും
ശരിക്കും നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. രാത്രി സമയങ്ങൾ ഉഹുദ് മലയുടെ ഏറ്റവും മുകളിലേക്ക് ട്രക്കിംഗ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ സാധാരണ പോകുന്ന ആളുകളൊക്കെ അതിന്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് കയറിയിട്ട് താഴോട്ട് വന്നിട്ട് പോവുകയും ചെയ്യുള്ളൂ. പക്ഷേ ഉഹുദ് മലയുടെ പിറകുവശത്ത് കൂടെ അങ്ങനെ കയറി പോയാൽ ട്രക്കിംഗ് ആയിട്ട് ഏറ്റവും മുകളിൽ എത്താൻ പറ്റും. നല്ല വല്ലാത്തൊരു സുഖമുള്ള സന്തോഷമുള്ള മനോഹരമായിട്ടുള്ള ഒരവസ്ഥയാണത്. അതൊക്കെ പോകുന്നവര് അതിനൊക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സന്ദർശിക്കുന്നത് നല്ലതാണ്. മാഷാ അല്ലാഹ് അങ്ങനെ ആർക്കെങ്കിലൊക്കെ താല്പര്യമുണ്ട് എങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കോണ്ടാക്ട് ചെയ്താൽ അവിടെ മദീനത്ത് അതൊക്കെ ഒരു 10-16 വർഷം 20 വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഗൈഡും അതുപോലെ തന്നെ ഇതിനൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു റഫീഖ് ഉണ്ട്. അവരുടെ നമ്പർ വേണമെങ്കിൽ നമ്മൾ തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ആ ഭാഗത്തൊക്കെ എത്തിപ്പെടുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു അനുഭൂതി. പല ആളുകളും അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു പോരരുതേന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാഷാ അല്ലാഹ് അങ്ങനെ ആഗ്രഹിച്ച പല ആളുകളും അവിടെ നിന്ന് യാതൊരു രോഗവും ഇല്ലാതെ അവിടെ നിന്ന നിൽപ്പിൽ കലിമ ചൊല്ലിയിട്ട് അവിടെ പുണ്യ ഹബീബിന്റെ ചാരത്ത് ഈ ലോകത്തിനോട് വിട പറഞ്ഞ ആളുകളൊക്കെ നമുക്കറിയാം. പലരും പോകുമ്പോൾ അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഈമാനും ഓരോരുത്തരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ അനുസരിച്ചിട്ടാണ്. നമ്മൾ വെറുതെ പലതും അങ്ങോട്ട് ചൊറിഞ്ഞ് ഇങ്ങോട്ട് ചൊറിഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കുറിച്ചിട്ടാണെങ്കിലും റൗദ ഷരീഫിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ മദീന സന്ദർശിക്കേണ്ട ആവശ്യമുണ്ടോ, ഉംറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോന്നാൽ പോരെ, ഇങ്ങനെയൊക്കെ കുറെ ന്യായങ്ങളും മുട്ടു മസലകളും കാര്യങ്ങളൊക്കെ പറയുന്നവർ നമ്മുടെ നാട്ടിലും പരിസരത്തൊക്കെ ഉണ്ടായേക്കാം. അവരോടൊന്നും അല്ല ഈ സംസാരിക്കുന്നത്. ഹബീബായ തങ്ങളെ അങ്ങേയറ്റം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. അവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. മാഷാ അല്ലാഹ് മസ്ജിദുൻ നബി സന്ദർശിക്കുന്നവരൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ കഴിഞ്ഞ 2023 കണക്കാണ് ഈ പറയുന്നത്. 28 കോടി ജനങ്ങള് മസ്ജിദുൻ നബവി സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് മാഷാ അല്ലാഹ് എത്രമാത്രം മനസ്സിൽ സന്തോഷം വെച്ചുകൊണ്ട് ആഗ്രഹം വെച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കുക. വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഹറം കാര്യാലയ വകുപ്പ് ആ കണക്കൊക്കെ പുറത്തു വിട്ടപ്പോൾ അള്ളാഹു നമുക്കൊക്കെ ഇനിയും ഒരുപാട് സന്ദർശിക്കുവാനും ഹബീബിനോട് സലാം പറയുവാനും അവിടെ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ട് ആ പരിശുദ്ധമായ കുബയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുവാനും അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധമായ ഉംറക്ക് പോകണം, മക്കയും സന്ദർശിക്കണം, മദീനയും സന്ദർശിക്കണം, മഹത്തുക്കളോട് സലാം പറയണം, അവിടുത്തെ ഓരോ ഓർമ്മകളൊക്കെ നമ്മൾ കാണണം. അതിനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്താണെങ്കിലും ഈ ഒരു കണക്ക് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഹറം കാര്യാലയ വകുപ്പ് പുറത്തുവിട്ടത് 28 കോടി ജനങ്ങള് കഴിഞ്ഞ 2023 പരിശുദ്ധമായ പുണ്യ ഹബീബിന്റെ ആ മസ്ജിദ് നബവിയിൽ കയറിയിട്ട് നിസ്കരിച്ച് അവിടെയൊക്കെ സന്ദർശനം നടത്തി എന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷം. റബീഉൽ അവ്വൽ മാസമൊക്കെയല്ലേ വരുന്നത്, അതിന്റെ മുന്നോടിയായിട്ട് ഒരു സന്തോഷം പങ്കിട്ടതാണ്. അള്ളാഹു പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെയൊക്കെ തണലും സന്തോഷവും കാവലും നമുക്കൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് സമയം ഉണർവിലെന്ന പോലെ പുണ്യ ഹബീബിനെ സ്വപ്നത്തിൽ ദർശിക്കുവാനും ആ ഹബീബിനോട് സലാം പറയാനും കൈപിടിച്ചൊന്ന് മുത്തുവാനൊക്കെ തൗഫീക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ തൃപ്തിയിലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.